ഹായ് വ്യൂവേഴ്സ്, എങ്ങനെയുണ്ട് ലോക്ക്ഡൗണൊക്കെ? ട്രിപ്പിൾ ലോക്ക്ഡൗണും സാധാരണ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ വീഡിയോസൊക്കെ കാണാനായിട്ട് നേരം കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ സൈക്കോ അനലറ്റിക് തിയറിയുടെ 2 പാർട്ടുകൾ ചെയ്തു, മൂന്നാമതൊരു ഭാഗം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ മുൻപത്തെ 2 ഭാഗങ്ങളും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പാർട്ട് 3 കാണുന്നവർ ബാക്കി 2 ഭാഗം കൂടെ കാണണം, എങ്കിലാണിത് മനസ്സിലാകുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കാരണം ഇതൊരു കണ്ടിന്യൂസ് തിയറിയാണ്. അപ്പം അതുകൊണ്ട് 3 ഭാഗം കൂടെ നിങ്ങൾ കാണണം, എന്നാലാണ് മനസ്സിലാകുള്ളൂ കേട്ടോ. അപ്പം മൂന്നാമത്തെ പാർട്ടെന്ന് പറയുന്നത് ഡിഫൻസ് മെക്കാനിസംസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ആയിട്ട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും 2 ഡിഫൻസ് മെക്കാനിസം മെൻഷൻ ചെയ്യാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഷോർട്ട് എസ്സേ എഴുതാൻ പറയാറുണ്ട്. ഇനി കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സാമ്പിളുകൾ തന്നിട്ട് ഇത് ഏത് തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണെന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം തന്നെ കേൾക്കുക, ആരും സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കുക. സ്കിപ്പ് ചെയ്ത് പോകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് നമുക്ക് നോക്കാം. A defense mechanism is the act or technique of coping mechanisms that reduce anxiety generated by threats from unacceptable negative impulses. അതായത് നമ്മുടെ മൈൻഡിന് 3 ഭാഗങ്ങളുണ്ട്. കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നല്ലോ 3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഓരോരോ കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞിരുന്നു, അതായത് നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ട്, പക്ഷെ പലപ്പോഴും നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നീട് മതി എന്ന് പറയും. അപ്പോൾ അത് കോൺഫ്ലിക്റ്റും ഫ്രസ്ട്രേഷൻസും ഒക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഓരോ ഭാഗത്തിനും ഡിഫറെൻറ്റ് ഗോൾസ് ആണുള്ളത് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കോൺഫ്ലിക്റ്റും ഫ്രസ്ട്രേഷൻസും ഒരു പേഴ്സണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിധം കൂടും ഇല്ലേ? അങ്ങനെ പറ്റാത്ത വിധം കൂടുമ്പോൾ ആ വ്യക്തിയുടെ ഈഗോ ഈ പറയുന്നതിലൊന്ന് എൻഗേജ് ചെയ്യാണ്. നമുക്കങ്ങനെ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആ ഒരു കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യാൻ പറ്റാതിരിക്കുന്നു, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിധം കൂടുമ്പോൾ ഈഗോ ഇടപെടുന്നുണ്ട് പല കാര്യങ്ങളിലും. അതല്ല എങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസം ഒരു ഇൻഡിവിജ്വലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എത്തുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിലെ ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മളിലെ ത്രെറ്റ്സ് കുറയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ആക്ട് അല്ലെങ്കിൽ ടെക്നിക്കാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ളതോ നെഗറ്റീവായിട്ടുള്ള ഇമ്പൾസിൽ നിന്നുണ്ടാകുന്ന ആങ്സൈറ്റികൾ നമുക്ക് വേണ്ട, നമുക്ക് ആവശ്യമില്ല അത്. ഓക്കെ, അപ്പോൾ അതിനെതിരെ നമ്മൾ എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ആങ്സൈറ്റിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് ഈഗോ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടാക്ടിക്കാണ് ഡിഫൻസ് മെക്കാനിസം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആങ്സൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടി ഈഗോ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടാക്ടിക്കാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി ഈ ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പറിലാണ് അത് യൂസ് ചെയ്യുന്നത്. ദ ന്യൂറോ സൈക്കോസിസ് ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന പേപ്പറിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് പറയുന്നത്, 1894. അപ്പോൾ അത് ഓർക്കുക. ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. കാരണം ഈ ഈഗോൻ്റെ ഒരു കളിയാണെന്നല്ലേ പറയുന്നത്. പക്ഷേ ഇതൊരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് അൺകോൺഷ്യസ്ലി നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മളതിനെ നമ്മുടെ ആ ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യുന്നതാണെന്നും കൂടെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ കോൺഷ്യസ് ആയിട്ടും പല എഫേർട്ടുകൾ എടുത്തിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ടാക്കിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതൊക്കെ ഡിഫൻസ് മെക്കാനിസം ചെയ്യുമ്പോൾ
ഞാൻ പറഞ്ഞു തരാം. കോൺഷ്യസ് ആയിട്ടുള്ളതുണ്ട്, അൺകോൺഷ്യസ് ആയിട്ടുള്ളതുണ്ട്. പക്ഷേ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണെന്നാണ് പറയുന്നത്. അത് എന്തിനാണ്? ഇറ്റ്സ് അഡോപ്റ്റഡ് ബൈ ദ ഇൻഡിവിജ്വൽ ടു ടാക്കിൾ എ ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ. ഒരു ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി എടുക്കുന്ന അൺകോൺഷ്യസ് സൈക്കോളജിക്കൽ സ്ട്രാറ്റജീനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം യൂസ് ചെയ്ത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ മകൾ, ഞാൻ പറഞ്ഞിരുന്നു അന്ന ഫ്രോയിഡ് ഇതുപോലെ ഒരു സൈക്കോളജിസ്റ്റാണ്, വളരെ ഫേമസ് ആണെന്ന് പറഞ്ഞിരുന്നു. 1936 ഈ പറഞ്ഞ മെക്കാനിസത്തെക്കുറിച്ച്, ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ച് ഫ്രോയിഡ് പറഞ്ഞെങ്കിലും അതിന് ഇലാബറേറ്റ് ചെയ്തതും ഡെവലപ്പ് ചെയ്തതൊക്കെ ആരാണ്? ഫ്രോയിഡിൻ്റെ മകളായിട്ടുള്ള അന്ന ഫ്രോയിഡാണ്. ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസം എല്ലാം തന്നെ ഇലാബറേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ 5 എണ്ണം ആഡ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് മനസ്സിലാക്കുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് മനസ്സിലാക്കുക. ഇത് ഇത് ഫസ്റ്റ് ടേം യൂസ് ചെയ്തത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്നും മനസ്സിലാക്കുക. പോപ്പുലറൈസ് ചെയ്ത് അന്ന ഫ്രോയിഡ് ആണെന്നും മനസ്സിലാക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡിനയൽ. ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന ഡിഫൻസ് മെക്കാനിസം അല്ലാണ്ട് വേറെയും കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ പറയുന്നില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു പോകുകയാണ്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഡിനയലാണ്. ഡിനയൽ എന്ന് പറഞ്ഞാൽ ഇൻവളണ്ടറി എക്സ്ക്ലൂഷൻ ഓഫ് അൺപ്ലസൻറ്റ് ഓർ പെയിൻഫുൾ റിയാലിറ്റി ഫ്രം കോൺഷ്യസ് അവെയർനെസ്. എന്താണ് ഇൻവളണ്ടറി എക്സ്ക്ലൂഷൻ ഓഫ് അൺപ്ലസൻറ്റ് ഓർ പെയിൻഫുൾ റിയാലിറ്റി? അപ്പോൾ ഇൻവോളണ്ടറി ആണ്, സ്വമേധയാ അല്ലാതെ തന്നെ നമ്മൾ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളതോ പെയിൻഫുള്ളായിട്ടുള്ള റിയാലിറ്റീനെ കോൺഷ്യസ് അവെയർനെസ്സിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. അതല്ലെങ്കിൽ എന്താണ്? ഡിനയൽ ഈസ് എ റെഫ്യൂസ് ടു ആക്സെപ്റ്റ് ഓർ ബിലീവ് ദ എക്സിസ്റ്റൻസ് ഓഫ് സംതിങ് ദാറ്റ് ഈസ് വെരി അൺപ്ലസൻറ്റ്. അതായത് ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് പറ്റാതിരിക്കുക, അതിനെ റെഫ്യൂസ് ചെയ്യുക, അത് അങ്ങനെയല്ല എന്ന് വിശ്വസിക്കാനാണ് അവർക്കിഷ്ടം. അത്തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസമാണ് ഡിനയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു, അത് റിയാലിറ്റിയാണ്. പക്ഷെ ആ റിയാലിറ്റി വിശ്വസിക്കാതിരിക്കുക. ഇല്ല, ആൾ മരിച്ചിട്ടില്ല, നിങ്ങൾ വെറുതെ പറയുന്നതാണ്, ആളിപ്പോഴും എന്നോടൊപ്പം ജീവിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് എന്ന രീതിയിൽ അത് റെഫ്യൂസ് ചെയ്യാണ്. കാരണം അത് റിയാലിറ്റിയാണ്, മരിച്ചു എന്ന റിയാലിറ്റിയാണ്. പക്ഷെ അതിനെ എന്ത് ചെയ്യാണ്? ഡിനൈ ചെയ്യാണ്, ഇല്ല മരിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിഫൻസ് മെക്കാനിസമാണ് ഡിനയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, എ സ്മോക്കിംഗ് പേഴ്സൺ റെഫ്യൂസ് ടു ദംസെൽവ്സ് ദാറ്റ് സ്മോക്കിംഗ് ഈസ് ബാഡ് ഫോർ ഹെൽത്ത്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ സ്മോക്കിംഗ് ആയിക്കോട്ടെ, ആൽക്കഹോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നമ്മൾ അവരോട് ഇതിൻ്റെ മോശവശങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവർ തിരിച്ചൊരിക്കലും എന്ത് ചെയ്യില്ല, അത് അംഗീകരിക്കുകയല്ല ചെയ്യുക. മറിച്ച് അങ്ങനെയല്ല, അതിന് വേറെ വശങ്ങളുണ്ട് എന്ന് പറയാനായിരിക്കും ശ്രമിക്കുക. ഇപ്പം നമ്മൾ പറയുകയാണ് സ്മോക്ക് ചെയ്യുന്ന ഒരാളോട് ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാട്ടോ, സ്മോക്കിംഗ് കൂടുതലായിക്കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകും, ലങ്സ് ക്യാൻസറൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവർ പറയുന്നൊരു മറുപടി ഉണ്ട്, ഇത് വലിച്ചില്ലെങ്കിലും ക്യാൻസർ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് വലിച്ചാൽ മാത്രമേ വരുള്ളൂ എന്ന രീതിയിലുള്ള ഒരു ഡിനയാണ്. ഓക്കെ, നമ്മളത് പറഞ്ഞാലും അവരത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഓക്കെ, അതാണ് ഡിനയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന, അതായത് റിയാലിറ്റിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാനോ ബിലീവ് ചെയ്യാനോ പറ്റില്ല. ആ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് അവരെ അൺപ്ലസൻ്റ് ആക്കുന്ന ഒരു കാര്യത്തെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സെപ്റ്റ് ചെയ്യാനോ ബിലീവ് ചെയ്യാനോ പറ്റില്ല. അതിനെയാണ് ഡിനയൽ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് പ്രൊജക്ഷൻ. കുട്ടികളിലൊക്കെ കൂടുതൽ നമ്മൾ കാണുന്ന ഒന്നാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന്, അത് മനസ്സിലാക്കേണ്ട കാര്യം, പ്ലേസിങ് ബ്ലെയിം ഫോർ ഓൺ ഡിഫിക്കൽട്ടീസ് അപ്പോൺ അതേഴ്സ്. വളരെ സിമ്പിളാണ്. എൻ്റെ ഒരു തെറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ മറ്റൊരാളുടെ തെറ്റായിട്ട് മാറ്റുകയാണ്. എൻ്റെ തെറ്റുകൊണ്ടാണ് അത് സംഭവിച്ചത്, ഞാനാണ് അതിന് കാരണം, പക്ഷെ അത് ഞാൻ കാരണമല്ല എന്ന് പറയുകയാണ്. അതിന് മറ്റൊരു ആളുടെ മേൽ എന്ത് ചെയ്യാണ്, കുറ്റം ചാർത്തി കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി. അൺകോൺഷ്യസ് ആട്രിബ്യൂഷൻ ഓഫ് വൺസ് ഓൺ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഏർജസ് ടു അതർ പേഴ്സൺസ് ബിക്കോസ് ഓഫ് ഇൻടോളറൻസ് ഓർ പെയിൻഫുൾ എഫക്റ്റ് അറൗസ്ഡ് ബൈ ദോസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഏർജസ്.
അതായത് ഇതൊരു അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു ആട്രിബ്യൂഷനാണ്. നമ്മുടെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡിലോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ആ ഒരു ഇതിലുണ്ടാകുന്ന ഒരു ഏർജിനെ എന്ത് ചെയ്യാൻ പറ്റുന്ന, നമുക്കത് സഹിക്കാൻ പറ്റുന്ന, നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു പെയിൻഫുള്ളായിട്ട് നമ്മളെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു ആട്രിബ്യൂട്ടാണ് ഇത് ഞാൻ കാരണമല്ല, അത് എൻ്റെ തെറ്റുകൊണ്ടല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലെയിം ചെയ്യാനായിട്ട് മറ്റുള്ളവരുടെ മേലത് ചാർത്താനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ചൈൽഡ് ബ്ലെയിംസ് ദ പെൻ ബിക്കോസ് ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ഗുഡ്. ഇപ്പോൾ കൈയക്ഷരം നല്ലതല്ലാത്തതിന് പേനയെ കുറ്റപ്പെടുത്താം. ആ പേനയുടെ ഇങ്ക് അത്ര നല്ലതല്ലായിരുന്നു, അതല്ലെങ്കിൽ ആ പേന ഞാൻ ഇപ്പോൾ മേടിച്ചിട്ടേ ഉള്ളൂ, പുതിയ പേന, അപ്പോൾ എഴുതുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം കൊണ്ടാണ് അത്രയും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമായത്. അതുപോലെ മരം നല്ലതായിട്ടും ആശാരിക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും. അതായത് ഒരു മരത്തെ രാഗി ഒരു വാതിലാക്കി മാറ്റാനുള്ളൊരു കഴിവ് ചിലപ്പോൾ ആർക്ക് ഉണ്ടാവണമെന്നില്ല, ഒരു കാർപ്പൻറ്റർക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ കാർപ്പൻറ്റർ എന്ത് ചെയ്യും, ആ മരം മോശമായതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തത്, അത്തരത്തിൽ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. അതുപോലെ എനിക്കൊരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, ആ ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് മാർക്ക് കുറഞ്ഞു. അല്ലാണ്ട് ഞാൻ എഴുതാത്തത് കൊണ്ടല്ല, ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല എനിക്ക് മാർക്ക് കുറഞ്ഞത്, ആ ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, എൻ്റെ മാർക്ക് കുറച്ചു, അതെൻ്റെ തെറ്റാണോ? അത്തരത്തിലുള്ള ഡിഫെൻസ് മെക്കാനിസംസ് ആണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ തെറ്റുകൾ അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലംസ് എല്ലാം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരാളുടെ മേൽ വെക്കുകയാണ്, ബ്ലെയിം ചെയ്യാണ്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഉണ്ടായത് എന്ന രീതിയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഇമ്മച്വർ വേ ഓഫ് റെസ്പോണ്ടിങ് ടു എ സ്ട്രെസ് ഓർ ഗോ ബാക്ക്വേർഡ്സ്. അതായത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വളരെ ഇമ്മച്വറായിട്ട് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ പിൽക്കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നോ അങ്ങോട്ടേക്ക് പോവുക, ആ ഒരു സിറ്റുവേഷനിലേക്ക് പോവുക. അപ്പോൾ എക്സാമ്പിളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേഴ്സിന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു എറർ സംഭവിച്ചു, മരുന്ന് കൊടുത്തതിലോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് മാറിപ്പോവുക എന്തെങ്കിലും ഉണ്ടായി. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നേഴ്സിനെ സംബന്ധിച്ച് നേഴ്സ് എന്ത് ചെയ്യണം, അതിനെ ടാക്കിൾ ചെയ്യാനുള്ള വഴികൾ ആലോചിക്കുന്നത്. പക്ഷെ കുട്ടിക്കാലത്ത് നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുക, നിന്ന് കരയും അല്ലേ? അതുപോലെ ആ നേഴ്സ് അവിടെ നിന്ന് കരയുകയാണെന്ന് വിചാരിക്കും. അതൊരു റിഗ്രഷനാണ്, അതൊരു ഡിഫെൻസ് മെക്കാനിസമാണ്. കരയുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മൾ അങ്ങനെയാണ് ചെയ്തത്, ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ നമ്മൾ ചെയ്ത സംഭവമാണ്. അതെന്നെ എന്ത് ചെയ്യുക, നമുക്ക് എപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് അതുപോലത്തെ അല്ല, എന്തെങ്കിലും ഒരു എറർ വരുന്നതോ അപ്പോഴൊക്കെ നമ്മളിങ്ങനെ കരയാനായിട്ട് തുടങ്ങുക. അതൊരു റിഗ്രഷൻ എന്ന് പറയുന്ന ഡിഫെൻസ് മെക്കാനിസമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കുട്ടി ചെറുപ്പത്തിൽ തമ്പ് സക്ക് ചെയ്തിട്ടുണ്ടാകാം, അതിപ്പം മിക്ക കുട്ടികളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ പിന്നീടും ഇതുപോലൊരു കോൺഫ്ലിക്റ്റോ ഫ്രസ്ട്രേറ്റിങ്ങോ സ്ട്രെസ്ഫുൾ ആയുള്ള സിറ്റുവേഷനിൽ തമ്പ് സക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു റിഗ്രഷൻ്റെ ഒരു സൂചനയാണ്, അതൊരു ഡിഫെൻസ് മെക്കാനിസം ആണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളൊരു ടീച്ചേഴ്സ് ആകാൻ പോകുന്നതാണ്, അപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ വളരെ കുട്ടിക്കാലത്തെ പോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെടുക്കുന്നൊരു ഡിഫെൻസ് മെക്കാനിസമാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് അതിൽ നിന്ന് ഒന്ന് മാറാനായിട്ട്, ആ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ്ലി ഇമോഷണൽ ഫീലിങ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് ഹു ആർ ലെസ് ഡേഞ്ചറസ് ദാൻ ദോസ് ഹു ഇനീഷ്യലി അറൗസ്ഡ് ദ ഇമോഷൻ. അതായത് അൺകോൺഷ്യസ് ആണത്, ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ഒരു ഒബ്ജക്റ്റിനോടോ ഒരു പേഴ്സണോടോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ ഒരു ഫീലിങ്സ് ഉണ്ടാക്കാൻ, ഈ ഒരു ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടാകാൻ കാരണമായ ഒരു സംഭവം ഉണ്ടാവും. ആ സംഭവത്തേക്കാൾ ലെസ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നിനോടെ എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന ഇമോഷണൽ ഫീലിങ്സ് അവർ എടുക്കുകയുള്ളൂ. ഓക്കെ. നമുക്കൊരു ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്, നമ്മൾക്കൊരു വിഷമം ഉണ്ടായിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറി വരികയാണ്.
ഓക്കെ. അപ്പോൾ അതുണ്ടായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് അവിടെ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ അതിനോട് പ്രതികരിക്കില്ല. പക്ഷെ നമ്മുടെ ദേഷ്യവും ഫ്രസ്ട്രേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വീട്ടിൽ വന്ന് തീർക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കാരണം ഡിസ്പ്ലേസ്, ആ പ്ലേസിൽ ചെയ്യേണ്ടത് ചെയ്യാതെ മറ്റൊരു സ്ഥലത്ത് പോയിട്ടാണ് അത് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ബോസിൻ്റെ നിന്ന് വഴക്ക് കേൾക്കുന്നു. നമ്മൾ ചെയ്തൊരു ജോലി ശരിയാകാതെയോ ശരിയായിട്ടോ എന്തുകൊണ്ടോ നമുക്ക് ചീത്ത കേൾക്കുന്നു. നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ബോസാണ്. നമുക്ക് പേടിയുണ്ടാകും, നമ്മുടെ ജോലി പോകുമോ അല്ലെങ്കിൽ ഡിസ്മിസൽ ആകുമോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേടിയൊക്കെ നമുക്ക് നല്ലോണം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ അതൊന്നും പറയില്ല. മറിച്ച് നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ അത് നമ്മുടെ ഭാര്യയോടോ മക്കളോടോ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റ് എനിമൽസിനോടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വസ്തുക്കളോടൊക്കെ ഒബ്ജക്ട്സിനോടൊക്കെ നമ്മൾ തീർക്കും. അത്തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദിലീപിൻ്റെ ഒരു പിക്ചർ ഉണ്ടല്ലോ, മമത ബോസായിട്ട് വരുന്നത്. ആ പിക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മമത ദിലീപിനെ ചീത്ത പറയുമ്പോൾ തിരിച്ചൊന്നും പറയാൻ ദിലീപിന് പറ്റുന്നില്ല. പക്ഷെ ദിലീപ് എന്താ ചെയ്യുന്നത്, ബാത്റൂമിൽ പോയിട്ട് ബക്കറ്റൊക്കെ തല്ലി പൊളിക്കുന്ന ഒരു സീനുണ്ട്. അതൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസമാണ്. കാരണം നമ്മുടെ ഫീലിങ്സും നമ്മുടെ ഫ്രസ്ട്രേഷനും പുറത്തു പോകാതെ ഇരുന്ന് ഇത് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്ന, റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. വളരെ എന്താ പറയുക, കൊളോക്കിലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചെത്തുന്നൊക്കെ, അങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് എ പ്രോസസ് ഓഫ് റീഡയറക്റ്റിംഗ് ദ സോഷ്യലി അൺആക്സെപ്റ്റബിൾ ഡിസയേഴ്സ് അലോങ് ഡിസയറബിൾ ചാനൽസ്. അതായത് സോഷ്യലി അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസയേഴ്സിനെ ഡിസയറബിൾ ചാനൽസിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സബ്ലിമേഷൻ എന്ന് പറയുക. സബ്ലിമേറ്റ് ചെയ്യുക, ചാനലൈസ് ചെയ്യുക. അതായത് എനിക്കൊരു കാര്യത്തോട് ആഗ്രഹമുണ്ട്, പക്ഷെ അത് സൊസൈറ്റിയിൽ അതൊരു അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഡിസയറാണ്. അപ്പോൾ എനിക്കത് എങ്ങനെ ഡിസയറബിൾ ആക്കാം എന്ന രീതിയാണ് സബ്ലിമേഷൻ എന്ന ഡിഫൻസ് മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു അൺമാരീഡ് ആയിട്ടുള്ള വുമണ് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താണ്, അവരുടെ ഒരു മെറ്റേണൽ അർജസ് ഇപ്പോൾ പൂർത്തീകരിക്കാനായിട്ട് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടികളെ ഡെലിവറി ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഒന്നില്ലെങ്കിൽ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് വളർത്താം, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നേഴ്സായിട്ട് ജോബ് ചെയ്തിട്ട് കുട്ടികളുടെ പീഡിയാട്രിക് വിഭാഗത്തിൽ വർക്ക് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, കുട്ടികളോടുള്ള ഒരു ഡേ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കുട്ടികളുമായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുക, സബ്ലിമേറ്റ് ചെയ്യാണ്. കാരണം മറ്റതെന്താണ്, ഒരു സോഷ്യൽ അൺആക്സെപ്റ്റബിൾ ഡിസയറാണ്. കാരണം കല്യാണം കഴിക്കാതെ ഒരു അമ്മയാകുക എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസയറാണ്. അപ്പം നമുക്ക് അതിന് പകരം എന്ത് ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ ഒരു ആഗ്രഹം, ഈ ഒരു ഡിസയർ നമുക്ക് സാധിക്കാനായിട്ട് പറ്റും, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ പഞ്ചിങ് അറ്റ് ടു ചാനൽ ആംഗ്രി ഇമ്പൾസസ്. ഇപ്പം നമുക്ക് ഒരാളോട് ഭയങ്കര ദേഷ്യമുണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവരോട് നമുക്കത് തീർക്കാൻ പറ്റുന്നില്ല. മറ്റൊരാളോട് തീർത്തിട്ട് അത് കാര്യമില്ല എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പഞ്ചിങ് ബാഗ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അതിലിടിച്ചുകൊണ്ട് നമ്മുടെ ദേഷ്യം തീർക്കുന്നുണ്ടെങ്കിൽ അതൊരു സബ്ലിമേഷനാണ്. നമ്മൾ ചാനലൈസ് ചെയ്യാണ്. സോഷ്യലി അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിസയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ആക്സെപ്റ്റബിൾ ആയിട്ടൊരു ഡിസയറിലേക്ക്, ഒരു ചാനലിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡിനയൽ പറഞ്ഞു, പ്രൊജക്ഷൻ പറഞ്ഞു, റിഗ്രഷൻ പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, സബ്ലിമേഷൻ പറഞ്ഞു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് വൺ ഈസ് റാഷണലൈസേഷൻ. ഇതാണ് റാഷണലൈസേഷനാണ്. ദിസ് ഈസ് എ ഫേസ് സേവിങ് ഡിവൈസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽ ജസ്റ്റിഫൈസ് ഹിസ് ഷോർട്ട് കമ്മിങ്സ്, ഫെയിലിയർ ആൻഡ് ഇൻകോമ്പിറ്റൻസ് ബൈ ഗിവിങ് ഫോൾസ് റീസൺസ്. ഇതെന്ന് പറയുന്നത് ഒരു ഫേസ് സേവിങ് ഡിവൈസ് ആണ്. അപ്പോൾ ഓർക്കുക, റാഷണലൈസേഷനാണ് ഫേസ് സേവിങ് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫേസ് സേവിങ് ഡിവൈസ് ഏതാണ്, റാഷണലൈസേഷൻ ആണെന്ന് ഓർക്കുക. അത് എന്തിനാണ് അത് ചെയ്യുന്നത്,
ഒരു വ്യക്തിയുടെ ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ ഫെയിലിയർ അല്ലെങ്കിൽ ഇൻകോമ്പിറ്റൻസ് ഇതിനൊക്കെ തന്നെ കാരണം എന്താണ്? അവൻ്റെ കഴിവില്ലായ്മയാണ്, അല്ലെങ്കിൽ അവൻ്റെ വേറെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കാം. പക്ഷെ ഇതിനൊക്കെ തന്നെ ഫോൾസ് റീസൺസ് തരും. ഇതങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത്, ന്യായീകരിക്കുക, യുക്തീകരണം എന്നാണ് റാഷണലൈസേഷൻ്റെ ഇത് വരുന്നത്, അർത്ഥം വരുന്നത്. അപ്പോൾ അവിടെ ന്യായീകരണമാണ്. ഇതിങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്, എൻ്റെ ഫോൾട്ട് കൊണ്ടല്ല, എൻ്റെ ഫോൾസ് റീസൺസ് ഇങ്ങനെ തരികയാണ്. അതായത് എൻ്റെ ഷോർട്ട് കമ്മിങ്സ്, എൻ്റെ ഫെയിലിയർ, എൻ്റെ ഇൻകോമ്പിറ്റൻസിനൊക്കെ ഞാൻ എന്ത് ചെയ്യും? ജസ്റ്റിഫൈ ചെയ്യാണ്. എങ്ങനെ? ബൈ ഗീവിങ് ഫോൾസ് റീസൺസ്. ഇറാഷണൽ ഓർ ഇല്ലോജിക്കൽ എക്സ്ക്യൂസസ് ടു എസ്കേപ്പ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ഇറാഷണൽ ആയിട്ടുള്ള, ഇല്ലോജിക്കലായിട്ടുള്ള എക്സ്ക്യൂസസിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടി മാത്സ് സബ്ജക്റ്റിൽ തോറ്റു. ഓക്കെ, അപ്പോൾ കുട്ടി പറയുന്നതാണ് അത് ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു, ആ ക്വസ്റ്റ്യൻസൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. പക്ഷെ അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, അത് ഔട്ട് ഓഫ് സിലബസ് ആയതുകൊണ്ടാകില്ല, എൻ്റെ ഇൻകോമ്പിറ്റൻസി ആയിരിക്കാം അത്, അല്ലെങ്കിൽ എൻ്റെ ഫെയിലിയർ ആണത്, എൻ്റെ ഷോർട്ട് കമ്മിങ്സ് ആണ്, എനിക്കതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അത് അങ്ങനെ പറഞ്ഞാൽ മതി. മറിച്ച് അതിന് പറയുന്നത് എന്താണ്? ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്തായത്, എനിക്ക് മാത്സിൽ മാർക്ക് കിട്ടാതിരുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഫെയിലായത് എന്ന് പറയുന്ന രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസമാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ടും ഇത് രണ്ട് തരത്തിലാണുള്ളത്. കോമൺ ഫോംസ് ഓഫ് റാഷണലൈസേഷൻ രണ്ടെണ്ണം, സോർ ഗ്രേപ്പിസവും സ്വീറ്റ് ലെമണിസവും. ഓർക്കുക, ഈ റാഷണലൈസേഷനാണ് മിക്കവാറും 5 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്, കാരണം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ സോർ ഗ്രേപ്പിസവും സ്വീറ്റ് ലെമണിസവും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സോർ ഗ്രേപ്പിസം തന്നെയായിട്ട് പലപ്പോഴും കേട്ടനായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനായിക്കോട്ടെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് എക്സാമ്പിളാണ് തരിക, ഇത് ഏത് രീതിയിലുള്ളതാണ് എന്ന് ചോദിക്കാം. ഓക്കെ, അതുപോലെ റാഷണലൈസേഷൻ ഉദാഹരണം എന്നിട്ട് അതേതാണെന്ന് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ഫോംസ് ഓഫ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത് സോർ ഗ്രേപ്പിസവും സ്വീറ്റ് ലെമണിസവും ആണ്. ഇനി എന്താണ് സോർ ഗ്രേപ്പിസം? This refers to the attitudes expressed by the legendary fox of Aesop's fable when it failed to secure the grapes. ഈ കഥ കേട്ടിട്ടുണ്ടോ? ഒരു മുന്തിരിയുടെ ഒരു കഥ, ഒരു കുറുക്കൻ്റെ മുന്തിരിയുടെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മുന്തിരിക്കായിട്ട് കുറുക്കൻ താഴെ വന്ന് നിന്നു. പക്ഷെ എന്താണ്, ഏറ്റവും ഉയരത്തിലാണ് മുന്തിരി നിൽക്കുന്നത്. ചാടി നോക്കി കിട്ടുന്നില്ല, പിന്നെയും ചാടി നോക്കി കിട്ടുന്നില്ല. അവസാനം കുറുക്കൻ എന്താ പറഞ്ഞത്? മുന്തിരിക്ക് നല്ല പുളിയാണ്, എനിക്കൊന്നും വേണ്ട, അങ്ങനെയല്ലേ പറഞ്ഞേ? അപ്പം മുന്തിരിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, അത് കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ? മുന്തിരിക്ക് ചാടി നോക്കി കിട്ടിയില്ല, കിട്ടാത്തൊരു സാധനത്തിന് എന്തു പറഞ്ഞു? പുളിയാണെന്ന് പറഞ്ഞു. അതിനെയാണ്, അതായത് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന ഒരു അർത്ഥത്തിലാണ് സോർ ഗ്രേപ്പിസം എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യത്തോട് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പറയാണ്, അതിപ്പോൾ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, അതത്ര നല്ലതൊന്നുമല്ല. അത്തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം, അത്തരത്തിലുള്ള ഒരു റാഷണലൈസേഷൻ ഒരു ഫോമാണ് സോർ ഗ്രേപ്പിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത്, ഫെയിലിയർ ടു ക്വാളിഫൈ UGC ടെസ്റ്റ് വൺ മൈറ്റ് സേ വാസ് എ ബ്ലെസ്സിങ് ആസ് ദർ ആർ ലോട്ട് ഓഫ് അൺഎംപ്ലോയ്ഡ് UGC ഹോൾഡേഴ്സ്. അതെല്ലാവരും പറയുന്ന കാര്യമാണ് അല്ലേ? പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. UGC നെറ്റ് എക്സാമിന് നമ്മൾ ക്വാളിഫൈ ആയില്ല എന്നുള്ളത് നമ്മുടെ വിഷമം തന്നെയാണ്, നമ്മളായിട്ടില്ല. പക്ഷെ മറ്റൊരാളോട് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ആയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, എത്ര പേരാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ നടക്കുന്നത്. അപ്പം അത് നമുക്ക് ആ ഒരു എക്സാം പാസ്സാകണം എന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടോ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് എന്താണ്, അത് കിട്ടിയിട്ടില്ല, അത് കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ബ്ലെയിം ചെയ്യാണ്, അല്ല ഞാൻ എന്ത് ചെയ്യാണ്? ഞാനതിനെ ഇല്ലോജിക്കലായുള്ള എക്സ്ക്യൂസുകൾ കൊടുക്കുകയാണ്. ഓക്കെ, അതിപ്പോൾ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നൊരു രീതിയാണ് ഈ സോർ ഗ്രേപ്പിസം എന്ന് അർത്ഥമാക്കുന്നത്. രണ്ടാമത്താണ് സ്വീറ്റ് ലെമണിസം. ദിസ് റെഫേഴ്സ് ടു ദ ആറ്റിറ്റ്യൂഡ് ദാറ്റ് വാട്ട് ഈസ് ഓൾറെഡി അച്ചീവ്ഡ് ഈസ് ബെറ്റർ ദാൻ സംതിങ് ദാറ്റ് ഈസ് യൂഷ്വലി കൺസിഡേർഡ് മോർ ഡിസൈറബിൾ ബൈ അതേഴ്സ്. ഇത് കുറച്ചും കൂടെ മാറ്റമുണ്ട്. സ്വീറ്റ് ലെമണിസം കുറച്ച് മധുരം കൂടിയിട്ടുള്ളതാണ്, ഇത്തിരി മധുരമുണ്ട്. മറ്റേത് അങ്ങനെയല്ല, സോർ ഗ്രേപ്പിസാണ്,
ഇത് സ്വീറ്റാണ്, സ്വീറ്റ് ലെമണീസാണ്, മാറിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതെന്ന് പറയുന്നത് നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ ബെറ്ററായ ഒന്നുണ്ട്, അതാണ് എല്ലാവർക്കും ആഗ്രഹമുള്ളതും. പക്ഷെ എനിക്ക് എന്ത് ചെയ്യുന്നില്ല, എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാണ്, ഞാൻ ഈ ഒരു ജോബിൽ ഹാപ്പിയാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയതിൽ ഹാപ്പിയാണ്, എനിക്കിനി അധികം വേണമെന്നൊന്നുമില്ല, ഞാൻ അതിനെ ആഗ്രഹിക്കുന്നുമില്ല, ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുമില്ല. ഓക്കെ, എനിക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു ടീച്ചറാണ്, ഒരു UP സ്കൂൾ അധ്യാപികയാണെന്ന് വിചാരിക്കൂ. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കും ഹയറായിട്ട് പോകണം എന്നുള്ളത്, അല്ലേ? നമുക്കൊരു HSA കിട്ടിപ്പോകണമെന്നോ, അല്ലെങ്കിൽ HSST കിട്ടിപ്പോകണമെന്നോ, അതും അല്ലെങ്കിൽ കോളേജിലേക്ക് നമുക്ക് മാറണമെന്നോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. പക്ഷേ ഇത് കിട്ടാത്ത, ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടാകും, ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാകും, പക്ഷേ ഇത് കിട്ടുന്നില്ല. അപ്പോൾ അതിന് പറയുന്നത് ഇങ്ങനെയാണ്, അതിപ്പോൾ കിട്ടണം നിർബന്ധമൊന്നുമില്ല, കാരണം ഞാൻ അതിലിപ്പോൾ കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ ഒരു ജോബിൽ ഹാപ്പിയാണ്. ഓക്കെ, ഹാപ്പി അല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഞാൻ ഹാപ്പി അല്ല ശരിക്ക്, എനിക്ക് ഈ ജോബിനേക്കാൾ ബെറ്റർ വേണമെന്നാണ് ആഗ്രഹം, പക്ഷേ എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിതിൽ ഹാപ്പിയാണ്, പിന്നെ എനിക്കത് കിട്ടണമെന്ന് എന്താ കുഴപ്പം, എനിക്ക് കിട്ടണമെന്നില്ല. അത് അത്തരത്തിലുള്ളൊരു ഡിഫൻസ് മെക്കാനിസം, ഒരു കോമൺ ഫോം ഓഫ് റാഷണലൈസേഷനാണ് സ്വീറ്റ് ലെമണിസം എന്ന് പറയുന്നത്. അപ്പോൾ റാഷണലൈസേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. റാഷണലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫെയിലിയർ, അതല്ലെങ്കിൽ ഇൻകോമ്പിറ്റൻസിനെ ഒരു ഫോൾസ് റീസൺ തന്നുകൊണ്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഫേസ് സേവിങ് ഡിവൈസാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അത് റാഷണലായിട്ടുള്ള ഇല്ലോജിക്കലായിട്ടുള്ള ഒരു എക്സ്ക്യൂസാണ് ടു എസ്കേപ്പ് റെസ്പോൺസിബിലിറ്റി. 2 ഫോം ഓഫ് റാഷണലൈസേഷനാണുള്ളത്, സോർഗ്രേപ്പിസവും സ്വീറ്റ് ലെമണിസവും. സോർഗ്രേപ്പിസം എന്താന്ന് പറഞ്ഞു, സ്വീറ്റ് ലെമണിസം എന്താന്ന് പറഞ്ഞു. സോർഗ്രേപ്പിസം എന്താ, കിട്ടാത്ത മുന്തിരി പുളിക്കും, സ്വീറ്റ് ലെമണിസം ഈസ് എ മധുര നാരങ്ങ. ഓർക്കുക, സോർഗ്രേപ്പിസം കിട്ടാത്ത മുന്തിരി പുളിക്കും, സ്വീറ്റ് ലെമണിസം മധുര നാരങ്ങ. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ഫോംസ് ഓഫ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്ന നെക്സ്റ്റ് ഡിഫൻസ് മെക്കാനിസമാണ് കോമ്പൻസേഷൻ. കോമ്പൻസേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതല്ലെങ്കിൽ അത് എന്ന രീതിയിൽ. ഓക്കെ, എനിക്കിതിൽ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നു എന്നൊരു രീതിയിൽ വരുന്നതാണ് കോമ്പൻസേഷൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് എ മെക്കാനിസം ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ട്രൈസ് ടു ബാലൻസ് ഓർ കവർ അപ്പ് ഹിസ് ഡെഫിഷ്യൻസി ഇൻ വൺ ഫീൽഡ് ബൈ എക്സിബിറ്റിംഗ് ഹിസ് സ്ട്രെങ്ത് ഇൻ അനദർ ഫീൽഡ്. ഇതൊരു മെക്കാനിസമാണ്. എന്ത് മെക്കാനിസമാണ്? എൻ്റെ ഒരു ഡെഫിഷ്യൻസി എനിക്കൊരു ഫീൽഡിലുണ്ട്, എനിക്കൊരു ഫീൽഡിൽ ഡെഫിഷ്യൻസി ഉണ്ട്. ആ ഡെഫിഷ്യൻസീനെ മറയ്ക്കാൻ, കവറപ്പ് ചെയ്യാനോ ബാലൻസ് ചെയ്യാനോ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ വേറൊരു ഫീൽഡിൽ എൻ്റെ സ്ട്രെങ്ത്തിനെ എക്സിബിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ, അതായത് പഠിക്കാനായിട്ട് മോശമുള്ളൊരു കുട്ടി അത്ലറ്റിക്സിലോ അതായത് സ്പോർട്സിലോ അല്ലെങ്കിൽ കോ കരിക്കുലർ ആർട്സ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കോമ്പൻസേഷനാണ്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. എനിക്ക് എൻ്റെ പഠനത്തിൽ നല്ല രീതിയിൽ നീതി പുലർത്താൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ സ്പോർട്സിൽ എനിക്ക് നല്ല കഴിവുണ്ട്, ഞാൻ അവിടെ എൻ്റെ കഴിവിനെ ഞാൻ പ്രദർശിപ്പിക്കുകയാണ്. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഹൈറ്റ് ഇല്ലാത്ത ഒരു പെൺകുട്ടി അത് ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹൈ ഹീൽഡ് ഷൂസ് ധരിക്കുന്നത്, അല്ലേ? അതായത് ഒരു ഹൈ ഹീൽഡ് ഷൂസ് ഒരു പെൺകുട്ടി, അതായത് ഹൈറ്റ് ഇല്ലാത്ത പെൺകുട്ടി ധരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈറ്റ് കൂടുതൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അച്ഛന് ഒരു ഡിസയർ ഉണ്ടായിരുന്നു ഡോക്ടറാകണം എന്നുള്ളത്, പക്ഷെ അദ്ദേഹത്തിനാകാൻ പറ്റിയില്ല, എന്ത് ചെയ്യുന്നു, മകനെ ഡോക്ടറാക്കുന്നു. കോമ്പൻസേറ്റ് ചെയ്യാണ്, എനിക്ക് പറ്റാത്ത ഞാൻ എൻ്റെ മകനിൽ കണ്ടു, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു ഡിഫൻസ് മെക്കാനിസമാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റിയാക്ഷൻ ഫോർമേഷൻ. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇൻ ദി ഡിഫൻസ് മെക്കാനിസം ദ അൺആക്സെപ്റ്റബിൾ റിയൽ ഫീലിങ്സ് ആർ റിപ്രസ്ഡ് ആൻഡ് ആക്സെപ്റ്റബിൾ ഒപ്പോസിറ്റ് ഫീലിങ്സ് ആർ എക്സ്പ്രസ്ഡ്. എന്താണ് ഈ ഡിഫൻസ് മെക്കാനിസത്തിൽ?
ശരിയായിട്ടുള്ള ഫീലിങ്സിനെ എന്ത് ചെയ്യും? റിപ്രസ് ചെയ്യും. അതായത് നമ്മൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, നമ്മളത് ഓർക്കാൻ ഇഷ്ടപ്പെടാതെ റിപ്രസ് ചെയ്യും. എന്നിട്ട് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യും. നമ്മുടെ സൊസൈറ്റിക്ക് ഏതാണോ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഏത് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഒരു സൊസൈറ്റിക്ക് അഭികാമ്യമായിട്ടുള്ളത്, അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്കൊരാളെ ഇഷ്ടമാണ്, നമുക്ക് ആക്ച്വലി അയാളെ ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യുന്നു. അതൊരു റിയാക്ഷൻ ഫോർമേഷനാണ്. റിയൽ ആയിട്ട് എന്താണോ അതിന് ഓപ്പോസിറ്റ്. ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിളാണ് കേട്ടോ. ഹസ്ബൻഡ് അമ്മ ഇഷ്ടമല്ല, ഹസ്ബൻഡ് അമ്മ സംസാരിക്കുന്ന രീതിയോ അല്ലെങ്കിൽ അവരെ പെരുമാറ്റം ഒന്നും പിടിക്കുന്നില്ല, പക്ഷെ നമുക്ക് ആ ഒരു ആക്ച്വൽ ആയിട്ടുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അവിടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനോടൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനോടൊക്കെ പൊരുത്തപ്പെടുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് ബിഹേവ് ചെയ്യും. അതൊരു റിയാക്ഷൻ ഫോർമേഷൻ ഡിഫൻസ് മെക്കാനിസമാണ്. ഇനി കുട്ടികളുടെ കേസ് വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു അധ്യാപിക, മാത്സ് എടുക്കുന്ന ഒരു അധ്യാപിക ക്ലാസ്സിലേക്ക് വരുന്നു. ആ അധ്യാപിക എടുക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ആ അധ്യാപിക എനിക്ക് ഇഷ്ടമല്ല, ആളുടെ പെരുമാറ്റവും ഇഷ്ടമല്ല, ആളുടെ ക്ലാസ് എടുക്കുന്ന രീതി ഒന്നും ഇഷ്ടമല്ല, പക്ഷെ എനിക്കത് പ്രകടമാക്കാൻ പറ്റുമോ? അപ്പം ഞാൻ എന്താ ചെയ്യുക? എനിക്ക് ആ അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള റിയൽ ഫീലിങ്സ് ഞാൻ അങ്ങോട്ട് റിപ്രസ് ചെയ്യും. മറിച്ച് എന്ത് ചെയ്യും? ഒരു ക്ലാസ് റൂമിന് ആക്സെപ്റ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ഞാൻ, ഒരു ഫീലിങ്സ് ഞാൻ എക്സ്പ്രസ് ചെയ്യും. അത്തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സപ്രഷൻ. സപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വോളണ്ടറി ബ്ലോക്കിംഗ് ഓഫ് അൺപ്ലസൻറ്റ് ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഫ്രം വൺസ് അവെയർനെസ് ടു അവോയ്ഡ് ഡിസ്കംഫർട്ട് ആൻഡ് ആങ്സൈറ്റി. എന്താ പറയുന്നത്? സപ്രഷൻ എന്നത് വോളണ്ടറി ബ്ലോക്കിംഗ് ആണ്, സ്വമേധയാ ബ്ലോക്ക് ചെയ്യുകയാണ്. ഓക്കെ, വോളണ്ടറി ആയിട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വോളണ്ടറി ആയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. കാരണം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കംഫർട്ടും ആങ്സൈറ്റി ഉണ്ടാവും. പിന്നെ നമ്മൾ എന്തിനാ അത് വെറുതെ ഓർക്കുന്നത്? അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ് സപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ പേഴ്സൺ ഹാസ് ബീൻ അൺകൈൻഡ് ടു അനദർ ആൻഡ് ദെൻ അവോയ്ഡ്സ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഞാൻ മറ്റുള്ളവരോട് വളരെ മോശമായിട്ടാണ് പെരുമാറണമെന്ന് എനിക്ക് തന്നെ അറിയാം, പക്ഷെ ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഓർത്താലേ കുഴപ്പമുള്ളൂ, അയ്യോ ഞാനെന്താ ഇങ്ങനെ, എനിക്ക് എന്താ ഇത്ര ക്രൂരതയാകുന്നേ എന്ന് തോന്നുള്ളൂ. വേണ്ട, ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്തു. ഞാൻ അൺകൈൻഡ് പേഴ്സൺ ആണ്, ഞാൻ ക്രൂരതകൾ കാണിക്കുന്നു, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് സപ്രഷനാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു ബസ്സിൽ വെച്ചിട്ട് വളരെ മോശമായൊരു അനുഭവം ഉണ്ടായി. നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുമോ അത്? ഇല്ല, നമ്മൾ സ്വമേധയാ മറക്കുകയാണ്. ഓക്കെ, എനിക്കങ്ങനെ ഉണ്ടായി, ഞാനത് വരാൻ ഇഷ്ടപ്പെടും. കാരണം അത് വന്നു കഴിയുമ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടാകുന്നൊരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ അതിനെയാണ് സപ്രഷൻ എന്ന് പറയുന്നത്. ഇനി റിപ്രഷൻ ഉണ്ട് കേട്ടോ. റിപ്രഷൻ എന്ന് പറയുന്നത്, സപ്രഷൻ നമ്മൾ നോയിങ്ങിലി ചെയ്യുന്നതാണെങ്കിൽ റിപ്രഷൻ നമ്മൾ അൺനോയിങ്ങിലി ചെയ്യുന്നതാണ്. അതായത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് പല സമയത്തും ഇതൊരു മെൻ്റൽ മെക്കാനിസമാണ്. ഇൻഡിവിജ്വൽ അത് ഞാനിതിൽ കൊടുത്തിട്ടില്ല കേട്ടോ, അപ്പോൾ ഓർക്കുക. ഇൻഡിവിജ്വൽ ഫോർഗെറ്റ്സ് ബൈ പുഷിങ് ഡൗൺ ഇൻ ടു ദ അൺകോൺഷ്യസ് എനി തോട്ട്സ് ദാറ്റ് എറൗസ് ആങ്സൈറ്റി. നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ പുഷ് ഡൗൺ ചെയ്യുകയാണ്, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പുഷ് ഡൗൺ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ, ഒരു ട്രോമാറ്റിക് ആയിട്ടൊരു ഇൻസിഡൻറ്റ്, അതായത് ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതിനെ നമ്മൾ റിപ്രസ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് അൺനോയിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മളത് പുഷ് ഡൗൺ ചെയ്യും, അല്ലേ? നമ്മളത് പുഷ് ഡൗൺ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു ക്രൈം നടന്നിട്ട് അതിലൊരു വിറ്റ്നസ് നമ്മളാകുക. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ റിമെമ്പർ ചെയ്യുന്നില്ല. അതൊക്കെ എന്താ? ഒരു റിപ്രഷൻ ഡിഫൻസ് മെക്കാനിസം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സപ്രഷൻ എന്ന് പറയുന്നത് നോയിങ്ങിലി നമ്മൾ പുഷ് ഡൗൺ ചെയ്യുന്നതും റിപ്രഷൻ എന്ന് പറയുന്നത് അൺനോയിങ്ങിലി പുഷ് ഡൗൺ ചെയ്യുന്നതാണെന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വണ്ണാണ് നെഗറ്റിവിസം. നെഗറ്റിവിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആക്റ്റീവ് റെഫ്യൂസൽ ടു ക്യാരി ഔട്ട് റിക്വസ്റ്റ്. എന്ത് കാര്യത്തെ എന്ത് ചെയ്യുക? ആക്റ്റീവായിട്ട് റെഫ്യൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർ അറ്റൻഷൻ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ എല്ലാവരും ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നു, ഒരാൾ മാത്രം ഇല്ല, അത് പറ്റില്ല.
അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ആ വേണ്ട എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല എന്ന് പറഞ്ഞ വ്യക്തിയിലേക്കാണ് പോകുന്നത്. അത്തരത്തിൽ റിഫ്യൂസ് ചെയ്യുന്ന ആക്റ്റീവ് റിഫ്യൂസൽ ടു ക്യാരി ഔട്ട് റിക്വസ്റ്റ്, അതിനെയാണ് നെഗറ്റിവിസം എന്ന് പറയുന്നത്. ഈ നെഗറ്റിവിസം എന്ന് പറയുന്നതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡിൽ നിന്ന് വരുന്നതാണ്, നമ്മുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നിന്ന് വന്നിട്ടാണ്. അത് അഡൾട്ടിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അഡൾട്ട്ഹുഡിൽ പോലും അത് പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പല കാര്യം ഇപ്പോൾ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിൻ്റ് ഔട്ട് ചെയ്യുന്നൊരു കാര്യമായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും അത് അത് കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക, പക്ഷെ അതിനെ സ്ട്രോങ് ആയിട്ടും ഇറാഷണലായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്ത് കളയും. അതായത് അതിൽ കാര്യം ഉണ്ടെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ അത് അങ്ങനെയല്ല എന്ന രീതിയിൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങും, റെഫ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതിനുവേണ്ടി കാര്യകാരണ സഹിതം അവർ നിരത്തിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ളതാണ് ഈ നെഗറ്റിവിസം എന്ന് പറയുന്നത്, നിഷേധവൃത്തി എന്ന് പറയും. അത് മറ്റുള്ളവരുടെ സജഷനൊന്നും അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ല. അവരൊരിക്കലും എന്ത് ചെയ്യില്ല, മറ്റുള്ളവരുടെ സജഷനൊന്നും അംഗീകരിക്കാൻ തയ്യാറാവില്ല. അതുപോലെ കോപ്പറേറ്റ് ചെയ്യില്ല. അതുപോലെ റിബല്യസ് ആയിട്ടൊരു ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. നമ്മൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്ന്, നമ്മൾ നോർമലി എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ബിഹേവിയറൊന്നും നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിനെയാണ് നെഗറ്റിവിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 10 എണ്ണമാണ് നിലവിലിപ്പോൾ പറഞ്ഞത്. ഡിനയൽ പറഞ്ഞു, ദെൻ പ്രൊജക്ഷൻ പറഞ്ഞു, ദെൻ റിഗ്രഷൻ പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, സബ്ലിമേഷൻ, റാഷണലൈസേഷൻ, കോമ്പൻസേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, സപ്രഷൻ ആൻഡ് നെഗറ്റിവിസം. ഇതിനിടയിൽ റിപ്രഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ ഐഡൻറ്റിഫിക്കേഷനുണ്ട്, വിഡ്രോവലുണ്ട്, പിന്നെ അഗ്രഷനുണ്ട്, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതല്ല, ഇനിയും കുറച്ചും കൂടെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വേറെ എണ്ണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് രസമായിട്ട് തോന്നുന്നുണ്ടാവും ചിലവർക്ക്, ഇത് മനസ്സിലാക്കാൻ നല്ലതാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് അറിയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ച് പറയാനുള്ളതും. അതുപോലെ തന്നെ നമ്മുടെ സൈക്കോ അനലറ്റിക് തിയറിയുടെ ആ 3 ഭാഗങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആ തിയറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ നെക്സ്റ്റ് തിയറി ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അപ്പോൾ എല്ലാവരും ഇത് കാണണം. അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് മാത്രം കണ്ടാൽ പോരാ, മറിച്ച് എന്തും കൂടെ വേണം, മുൻപത്തെ ഭാഗങ്ങൾ കൂടി കാണാൻ ശ്രമിക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതുപോലെ സജസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ എന്ന രീതിയിലും ഇടാം. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും രണ്ടും ഒരേപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണെന്നുള്ളത്. അപ്പോൾ ശരി, എന്നാൽ അടുത്തൊരു തിയറി ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്.